റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പഴക്കുല നവാസ് കാലിക്കറ്റ് സർവകലാശാലയിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വാങ്ങിക്കൂട്ടിയതിനു ശേഷം പച്ച നുണയിറക്കി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് ചമയാൻ വന്നതാണ്. SFIയുടെ ഈ അഫ്സൽ ആ നുണകൾ പഴക്കുലയിൽ നിന്ന് പഴം പറിച്ചെടുക്കും പോലെ പറിച്ചെടുത്ത് പൊളിച്ചടുക്കി കൈ വെച്ചു കൊടുത്തതിന് ശേഷം ആ കാളാമുണ്ടം, അതായത് പഴം പോയതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഈ കുല ഇരിക്കുന്ന ആ ഒരു സ്റ്റിക്കിനെ പറയുന്നതാണ് കാളാമുണ്ടം. ആ കാളാമുണ്ടത്തിന് അറഞ്ഞു വിടുന്നത് കേൾക്കാനിടയായി. പച്ച നുണ വന്ന് വിളിച്ചു പറഞ്ഞു. കേരളത്തിലെ പല മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പൊതുബോധത്തിനെ അടിസ്ഥാനപ്പെടുത്തി വൈകാരികമായി സംസാരിച്ച് വികാരപരമായി സംസാരിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതിയെടുത്താണ് പഴക്കുല നവാസിൻ്റെ കാപട്യം കൂടി തുറന്നു കാണിച്ചുകൊണ്ടും നേരത്തെ അദ്ദേഹം പറഞ്ഞ 5.25 ലക്ഷത്തിൻ്റെ ഒരു പച്ച കള്ളത്തെ കൂടി പൊളിച്ചുകൊണ്ട് മാപ്പ് പറയാമെന്നുള്ള മറ്റൊരു ചാനലിലെ വാഗ്ദാനം പറഞ്ഞ് മുങ്ങിയതിനെ കൂടി വലിച്ചെടുത്തങ്ങ് പുറത്തിട്ടു. ഇവിടെ SFIക്കാർ ആകെ കലോത്സവത്തെ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയാണെന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് MSFകാർ KSUക്കാർ ശ്രമിക്കുന്നത്. KSUക്കാർ ആക്രമിക്കുമ്പോൾ MSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വെള്ളരിപ്രാവായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ MSFന്റെ ജില്ലാ പ്രസിഡന്റാണ് 6 മാസം മുമ്പ് വിദ്യാർത്ഥികളെ ആക്രമിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയത്. MSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഒരാഴ്ച മുമ്പ് ജയിലിൽ പോയത്. അദ്ദേഹം വെള്ളരിപ്രാവ് ചമഞ്ഞ് സംസ്ഥാന പ്രസിഡന്റായി വെള്ളരിപ്രാവ് ചമഞ്ഞിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു കള്ളം എന്താ? SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ ഈ അഫ്സൽ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ഈ മാസം 16-ാം തീയതി യൂണിവേഴ്സിറ്റി യൂണിയൻ ഓഫീസ് ആക്രമിക്കുകയും അവിടുന്ന് 5.25 ലക്ഷം രൂപ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയെ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ പണമാണ് കൊണ്ടുപോയതെന്നൊക്കെ നല്ല രസമുള്ള തിരക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തിരക്കഥ ഞാൻ ആ സമയത്ത് മുംബൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ 1000 വട്ടം മാപ്പ് പറയാന്നുള്ളത്. ഇത്രയും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു സംശയമുണ്ടാകും. പഴക്കുല നവാസ് അങ്ങനെ സത്യം തെളിയിച്ചു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടി നിങ്ങൾ കേട്ടെ. അവർ ലൊക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ 1000 തവണ മാപ്പ് പറയാൻ തയ്യാറാ. കാരണം എന്റെ കണ്ണുകളിൽ കേട്ടല്ലോ. അപ്പോൾ ഒരു പച്ചക്കള്ളം ചന്ദ്രികയിലൂടെ, ഏത് നമ്മൾ കുളിമുറിയിൽ ഉപയോഗിക്കുന്ന ചന്ദ്രികയല്ല, ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രിക, അതിപ്പോൾ ഉപയോഗം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പേപ്പറിന് തുല്യം തന്നെയാണ്, അതൊക്കെ ഒരു സത്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ചന്ദ്രികയിലൂടെ ഈ 5.25 ലക്ഷത്തിൻ്റെ കഥ ഇറക്കി വിട്ടതിന് അഫ്സൽ മലപ്പുറം SPക്ക് അന്വേഷിക്കണമെന്ന പരാതിയും കൊടുത്ത് അദ്ദേഹം അന്നത്തെ ദിവസം ഇവിടെ ഇല്ലായിരുന്നു, മുംബൈയിലേക്ക് പോകുന്നു എന്നുള്ള ഗൂഗിൾ യാത്രാരേഖ കൂടി പങ്കുവച്ചിട്ടാണ് ചാനൽ ചർച്ചയിൽ ഈ വാചകം പറഞ്ഞതും തുടർന്ന് അങ്ങോട്ട് പഴക്കുല നവാസിനെ ഏറിക്കയറ്റിയ ഈ പഞ്ച് ഡയലോഗ് കൂടി അടിച്ചതും. ഒരു മാപ്പും കിട്ടിയിട്ടില്ല അതുവരെ. ഞാനത് തെളിയിച്ചു. എൻ്റെ ടൈം ലൈൻ, ഗൂഗിൾ മാപ്പിന്റെ ടൈം ലൈൻ ഞാൻ പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ഞാനത് കൃത്യമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് SPക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഒരു മാപ്പും, മലപ്പുറം ജില്ലയുടെ മാപ്പ് പോലും പ്രിയപ്പെട്ട PK നവാസെ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് എന്നെ പറ്റി SFIയെ പറ്റി പ്രചരിപ്പിച്ചതുപോലെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു കള്ളം 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന അഭിനവ ഗീബൽസ്യന്മാരാണ് PK നവാസെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള MSFകാരും KSUകാരും. കേട്ടില്ലേ? അടിമുടി ദുരൂഹന്മാരാണ്. പിന്നെ മൂരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സതീശ സുധാകര യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പച്ചക്കള്ളങ്ങളും സഹതാപവും ഇറക്കി നമ്മൾ മാധ്യമങ്ങളെ സ്വാധീനിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് സ്വയം വൈറ്റ് വാഷ് അടിക്കും. ആ വൈറ്റ് വാഷിനെയാണ് പൊളിച്ചടുക്കി കൊടുത്തിട്ടുള്ളത്. എന്തായാലും SFI പിള്ളേരെ ചൊറിഞ്ഞതിന് ശേഷം മുക്കിന് കിടന്ന് തിരിച്ചുള്ള അനുമോദനങ്ങളും പൊന്നാട അണിയിക്കലും രക്ഷാപ്രവർത്തനവുമായിട്ടൊക്കെ ട്രോഫികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചാനൽ ചർച്ചകളിലൂടെ വന്നിരുന്ന് ഞങ്ങൾ സ്വയം ന്യായീകരിച്ചെടുത്തിട്ട് SFI ആണ് ഇവിടെ അക്രമം കാണിക്കുന്നു എന്നുള്ളൊരു പൊതുബോധത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. കാര്യം ഞങ്ങളുടേതായ മാധ്യമപ്രവർത്തകർ ഈ ചാനലുകൾക്കകത്തും അല്ലെങ്കിൽ പത്രങ്ങൾക്കകത്തും ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളിൽ SFIയെ കുറിച്ച് അങ്ങ് വലിയ വാക്യങ്ങളിൽ അച്ചുനിരത്തും. നേരെ മറിച്ച് KSUവോ MSFോ ചെയ്യുന്ന ഗുണ്ടാ പ്രവർത്തനമോ ക്രിമിനൽ പ്രവർത്തനത്തെയെല്ലാം അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വിദ്യാർത്ഥി സംഘടനമാക്കി ലഘൂകരിച്ചുകൊണ്ട് യവന്മാരെ എല്ലാത്തിനെയും ന്യായീകരിക്കുന്നുണ്ട്. ആ ന്യായീകരിക്കലിലാണ് പുതിയ കാലത്തെ പിള്ളേർ പൊളിച്ചടുക്കി കൈ കൊടുത്തത്. ഭേഷ വാങ്ങിക്കൂട്ടി ഏറ്റവും ഒടുവിൽ പഴക്കുല നവാസ് പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഞാൻ പറയുന്നെന്താ, ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനായ കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ആംബുലൻസ് ഓടിക്കുന്ന ആളെ കൊണ്ടുവന്നിട്ട് SFIക്കെതിരെ സാക്ഷി പറയിപ്പിക്കരുത്. അത് നന്നായി. ഇന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഗോകുൽ ഗുരുവായൂർ
അദ്ദേഹം ഇപ്പൊ റിമാൻഡിലാണല്ലോ. അതെ. ഈ റിമാൻഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് മെഡിക്കലിൽ പോകുമല്ലോ. ആ മെഡിക്കലിൽ പോയ സമയത്ത് ഗോകുൽ ഗുരുവായൂർ ഭരിക്കണ്ടോ? നിങ്ങൾ പോലീസാണ് ആ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. വൈദ്യപരിശോധന റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അയാൾ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഈ വൈഭവ് പറയുന്നത് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയില്ല. ഈ വൈഭവ് എന്ന് പറയുന്ന കേസ് സ്വീകാരം പറയുന്നതാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ എന്തിനു വിശ്വസിക്കണം? ജനങ്ങൾ എന്തിനു വിശ്വസിക്കണം? ഈ ആദ്യം ആംബുലൻസ് തല്ലി തകർത്തെന്ന് പറഞ്ഞാൽ സെൽഫി വന്നു, ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു. ഈ കേസ് സ്വീകാരം പറയുന്നതാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഈ കേസ് സ്വീകാരം പറയുന്നതാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഈ പറയുന്ന കള്ളത്തരമെല്ലാം കാട്ടിയ വിദ്യാർത്ഥികളെ, ഒരു വിദ്യാർത്ഥിയെ 10 പേർ ഇരുമ്പ് ദണ്ഡുമായി അടിച്ചു തല്ലിക്കൊല്ലാൻ വേണ്ടി നോക്കിയ ഈ കേസ് സ്വീകാരം പറയുന്നതാണോ നിങ്ങൾ അവിടെ എഴുതി കാണിക്കുന്നത്? ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞ് കേസ് ഒന്നാക്ക്. അല്ലല്ല, അദ്ദേഹം ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ടാണ് ആംബുലൻസ് ഡ്രൈവർ ഇട്ടത്. അദ്ദേഹം കേസുവിന്റെ പ്രതിനിധിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. ഞാൻ തന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലോയൽറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്രയും ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അയാളുടെ ആംബുലൻസിനെ തടയാൻ ശ്രമിച്ചു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണ്, ഞാൻ സമ്മതിക്കുന്നു അഫ്സൽ. നേരത്തെ നവാസിനോട് എന്റെ ചോദ്യവും അത് തന്നെയായിരുന്നു. ഇന്ന് ആ ആംബുലൻസിൽ കയറിപ്പോയ ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവരെ കേരളവർമ്മ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയാൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് നവാസ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. നിങ്ങളും വൈഭവം കൂടി എന്നെ തടസ്സപ്പെടുത്തി. താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, അത് കഴിഞ്ഞ് ഞാൻ പോകത്തുള്ളൂ. എനിക്ക് ഇടവേള കൂടി വേണം. ഇവിടെ SFIക്കാർ ആകെ കലോത്സവത്തെ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയാണെന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് MSFകാർ കേസ് ശ്രമിക്കുന്നത്. KSUക്കാർ ആക്രമിക്കുമ്പോൾ MSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വെള്ളരിപ്രാവായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ MSFന്റെ ജില്ലാ പ്രസിഡന്റാണ് 6 മാസം മുമ്പ് വിദ്യാർത്ഥികൾ ആക്രമിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയത്. MSFന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഒരാഴ്ച മുമ്പ് ജയിലിൽ പോയത്. അദ്ദേഹം വെള്ളരിപ്രാവ് ചമഞ്ഞ് സംസ്ഥാന പ്രസിഡന്റായി വെള്ളരിപ്രാവ് ചമഞ്ഞിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു കള്ളം എന്താ? SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയ ഈ അഫ്സൽ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ഈ മാസം 16-ാം തീയതി യൂണിവേഴ്സിറ്റി യൂണിയൻ ഓഫീസ് ആക്രമിക്കുകയും അവിടുന്ന് 5.25 ലക്ഷം രൂപ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയെ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ പണമാണ് കൊണ്ടുപോയതൊക്കെ നല്ല രസമുള്ള തിരക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തിരക്കഥ ഞാൻ ആ സമയത്ത് മുംബൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ 1000 വട്ടം മാപ്പ് പറയാന്നുള്ളത്. ഒരു മാപ്പും കിട്ടിയിട്ടില്ല അതുവരെ. ഞാനത് തെളിയിച്ചു. എന്റെ ടൈം ലൈൻ, ഗൂഗിൾ മാപ്പിന്റെ ടൈം ലൈൻ ഞാൻ പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ഞാനത് കൃത്യമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് SP പരാതിയും കൊടുത്തിട്ടുണ്ട്. ഒരു മാപ്പും, മലപ്പുറം ജില്ലയുടെ മാപ്പ് പോലും പ്രിയപ്പെട്ട പി കെ നവാസെ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് എന്നെ പറ്റി SFIയെ പറ്റി പ്രചരിപ്പിച്ചതുപോലെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു കള്ളം 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന അഭിനവ ഗീബൽസ്യന്മാരാണ് പി കെ നവാസെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള MSFകാരും KSUകാരും. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന SFIയുടെ ചരിത്രത്തിൽ 55-ാമത്തെ വർഷമാണ് SFI പോകുന്നത്. SFIയുടെ ചരിത്രത്തിൽ ഇത്രയേറെ ക്രിമിനൽ കേസുകളുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ കമ്മിറ്റി ഏത് കാലഘട്ടങ്ങളിലാണ്? ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ പിടഞ്ഞു വീണതും SFIയിൽ നിന്നാണെന്ന കണക്ക്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ, ഏറ്റവും കൂടുതൽ ആളുകൾ കൊലക്കത്തിയിൽ പിടഞ്ഞു വീണ് മരിച്ചതും SFIയിൽ നിന്നുള്ളവരാണ്. അക്രമികളുള്ള പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഭാരവാഹികളുടെ കമ്മിറ്റി ഇപ്പോൾ റിമാൻഡിൽ കിടക്കുന്ന ഗോകുലിനെതിരെ 20 കേസുണ്ട്. ഇപ്പൊ കേസിൽ ജയിലിൽ കിടക്കുന്ന 20 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പഴയ SFI നന്നായിരുന്നു, ഇപ്പോഴത്തെ SFI മോശമാണെന്നാണ് ഇപ്പൊ നവാസ് പറഞ്ഞത്. എന്തായാലും നന്നായി, പഴയ SFI ഇപ്പൊ അംഗീകരിച്ചല്ലോ. ഇവിടെ എന്തായാലും SFI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ സ്വന്തം സഹപ്രവർത്തകയെ, ഹരിതയുടെ ഭാഗമായി പ്രവർത്തിച്ച സ്വന്തം സഹപ്രവർത്തകയെ ഫെമിനിസ്റ്റ് എന്ന് വിളിച്ച് അധിക്ഷേപം നടത്തി, ഫെമിനിസ്റ്റ് എന്ന് വിളിച്ച് അധിക്ഷേപം നടത്തിയ കേസ് ഉണ്ടായിട്ടില്ല. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ഇരിക്കുന്ന മഹാൻ സ്വന്തം സഹപ്രവർത്തകയെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി തീർന്ന കേസ് പ്രതിയായിരുന്നു. അതെങ്ങനെ ഡീൽ ചെയ്തത്? സ്വന്തം സഹപ്രവർത്തകയെ അധിക്ഷേപിച്ചാളാ. സ്വന്തം കമ്മിറ്റിയിലുള്ള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ വനിതാ പ്രവർത്തകയെ അപമാനിച്ചാളാ. അതായിരുന്നു പറയുന്നത്. അദ്ദേഹത്തിന് ഒന്നിനും മറുപടിയില്ല. പി കെ നവാസ്, നിങ്ങൾ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാണ്. നിങ്ങൾ ഹരിത ഭാരവാഹികൾക്ക് മുമ്പിൽ മാപ്പ് പറഞ്ഞ് കേസ് പിൻവലിപ്പിച്ച ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കിനെയാണ് കേരളത്തിലെ സമൂഹം വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ യാഥാർത്ഥ്യമതല്ല. നിങ്ങൾ